ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിലൊരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഇവിടുന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ. ചാലക്കുടിയിൽ നിന്നും എറണാകുളം ടൗൺ വരെയായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് 6:56 വണ്ടി ചാലക്കുടി വരിക. പക്ഷേ വണ്ടി ലേറ്റാണ്, 5 മിനിറ്റ് എന്തോ ലേറ്റായിട്ടായിരിക്കും വരിക. കാരണം ചാലക്കുടി വരെ എത്തണ്ടേ, അപ്പോൾ എന്തായാലും ലേറ്റാവും. എനിക്ക് ചാലക്കുടിയിൽ നിന്നും എറണാകുളം ടൗൺ വരെ 30 രൂപയായിട്ടായത്. എക്സ്പ്രസ് ഫെയർ ആണ്. സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ 45 രൂപ. അപ്പോൾ ഈ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിൻ്റെ പുറകെ മറ്റേ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഓവർടേക്ക് ചെയ്യുമെന്നറിയില്ല. ആ വണ്ടി ലേറ്റാണ്. ആ വണ്ടി വടക്കാഞ്ചേരിയാണ്, അവിടെ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഓവർടേക്ക് ചെയ്യുമെന്നറിയില്ല. ഇതിന് ഇഷ്ടം പോലെ സ്റ്റോപ്പുണ്ട് ഗുരുവായൂർ മധുരയ്ക്ക്. ഇത് എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആട്ടാ. ഞാൻ മറ്റേ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആ റൈക്ക് വെച്ച് ഇവർ ഈ കണ്ണൂർ ഇൻ്റർസിറ്റിയും ഓടിക്കുമെന്ന്. അപ്പോൾ അതിലെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി ഷൊർണൂരൊക്കെ എത്തുമ്പോൾ നല്ല തിരക്കാവും. ഇനി ഇതിൻ്റെ മുന്നിൽ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്, അതിനെയൊക്കെ ഇത് ഓവർടേക്ക് ചെയ്യും. ഞാനിത് വേർ ഇസ് മൈ ട്രെയിൻ നോക്കിയിട്ടാണ് പറയണം, ആപ്പിൽ നോക്കി. Train number 16328 from Guruvayur to Madurai Express will arrive shortly on platform number 1. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16328 ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് മധുരൈ വരെ പോകുന്ന എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇതാ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിലത്തെ ജനറൽ കോച്ചിൽ കയറാനാണ് പ്ലാൻ. കാരണം ഫ്രണ്ടിൽ ഇതിന് 2 ജനറൽ കോച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുറകിൽ കയറാമെന്ന് വിചാരിച്ചു. സീറ്റൊക്കെ കിട്ടുമെന്നറിയില്ല. സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്, നല്ല തിരക്കാണ്. ഗുരുവായൂർ മധുര എക്സ്പ്രസ് അങ്ങനെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനി ഈ വണ്ടിക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കറുകുറ്റി, അങ്കമാലി, ആലുവ, കളമശ്ശേരി, എടപ്പള്ളി, പിന്നെ എറണാകുളം കഴിഞ്ഞ് തുര സ്റ്റോപ്പുകൾ ഈ വണ്ടിക്കുണ്ട്. പക്ഷേ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. മധുര വരെ പോകണ്ടല്ലോ. അപ്പോൾ നല്ല തിരക്കാണ് വണ്ടിയിൽ. എത്ര സ്റ്റോപ്പ് ഉണ്ടായാലും നല്ല തിരക്കാണ് വണ്ടിയിൽ. എപ്പോഴും ഫുള്ളായിട്ട് ഓടുന്ന വണ്ടിയാണ്. ഈ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിൻ്റെ പുറകിൽ ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. പിന്നെ അതിൻ്റെ പുറകെ ഗുരുവായൂർ എറണാകുളം ഉണ്ട്. പിന്നെ ഈ മധുര എക്സ്പ്രസ്സിൻ്റെ മുന്നേ ഐലൻഡ് എക്സ്പ്രസ് ഉണ്ടല്ലോ, കന്യാകുമാരിയിലോട്ട് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് ഉണ്ട്. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്. കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ സ്റ്റോപ്പും ഇതിൻ്റെ പോക്ക് കണ്ടാൽ തോന്നുന്നു ഇത് പാസഞ്ചറാണോന്ന്. കാരണം ഇതിന് ഇഷ്ടം പോലെ സ്റ്റോപ്പുകളാണ്. പക്ഷേ എക്സ്പ്രസ്സിന് അത്ര സ്റ്റോപ്പൊന്നും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ എന്താ പറയുക, എടപ്പള്ളിയിലും കളമശ്ശേരിയിലൊക്കെ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്നാവും. എനിക്ക് തോന്നുന്നത് എടപ്പള്ളിയിലും കളമശ്ശേരി സ്റ്റോപ്പ് കൊടുക്കാൻ കാരണം മറ്റേ ആലപ്പുഴ എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്യാനായിരിക്കാം. കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് അങ്കമാലി, ആലുവ, കളമശ്ശേരി, എടപ്പള്ളി.
അപ്പോൾ ഇതിന് ഇനി ഇവിടെയൊക്കെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പക്ഷേ ഇത് എപ്പോഴും തിരക്കായിരിക്കും. ഞാൻ തന്നെ ഇപ്പം നിന്നാണ് പോണത്. നല്ല ഫുള്ളായിട്ട് ഓടുന്നൊരു വണ്ടിയാണ് ഈ ഗുരുവായൂർ മധുര എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകെ തന്നെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റും ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റും പിന്നെ മംഗള ലക്ഷദ്വീപ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതിനെ പിടിച്ചിട്ടിട്ട് മംഗളേനെ കയറ്റി വിടാൻ സാധ്യതയുണ്ട്. അതും സാധ്യതയുണ്ട് കേട്ടോ, അറിയില്ല, നമുക്ക് നോക്കാം എവിടെ വെച്ച് ഓവർടേക്ക് കിട്ടുക. മധുര എക്സ്പ്രസിൻ്റെ അടുത്ത സ്റ്റോപ്പായ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാട്ടോ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുമെന്ന് തോന്നുന്നു. കാരണം എൻ്റെ കോച്ചിൽ ഞാനിപ്പോൾ ഡോറിൻ്റെ സൈഡിലാണ് നിൽക്കണം. കാരണം ഉള്ളിലോട്ട് കയറി നിൽക്കാൻ പറ്റില്ല, കാരണം അത്രയും തിരക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി നിന്നാൽ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. ഈ വണ്ടി ലോക്കോ റിവേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്. ഇത് കൊല്ലത്ത് വെച്ച് ലോക്കോ ബാക്കിൽ പിടിപ്പിച്ചിട്ട് വേറെ ലോക്കോ ആയിരിക്കും ബാക്കി പിടിപ്പിച്ചിട്ട് കൊല്ലം ആര്യങ്കാവ് പിന്നെ പുനലൂർ വഴിയായിട്ട് ഇത് മധുരയ്ക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട്. ഈ മധുര എക്സ്പ്രസിൻ്റെ ട്രെയിൻ നമ്പർ 16327 16328. ഇത് മധുരയിൽ നിന്ന് 11:30 രാവിലെ പുറപ്പെട്ട് അടുത്ത ദിവസം വെളുപ്പിന് 2:10 ഇത് ഗുരുവായൂരിൽ ഇത് എത്തിച്ചേർന്നു. തിരിച്ച് ഈ വണ്ടി 5:50 ഗുരുവായൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് ഇത് 7:10 ഇത് മധുര ജംഗ്ഷനിൽ ഇത് എത്തിച്ചേർന്നു. ഏകദേശം ടൈം എടുക്കുന്നത് 13 മണിക്കൂർ 20 മിനിറ്റാണ് ഈ ഗുരുവായൂരിൽ നിന്ന് മധുരയും എടുക്കുന്നത്. തിരിച്ചു വരുമ്പോൾ ഈ മധുരയിൽ നിന്ന് ഗുരുവായൂരിലോട്ട് വരുമ്പോൾ ഇതിന് 14 മണിക്കൂർ 35 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ മധുരയിൽ നിന്ന് ഗുരുവായൂർ വരുമ്പോൾ ഇതിന് കൊല്ലത്ത് വെച്ച് ലോക്കോ റിവേഴ്സ് ഉണ്ട്. ഇത് തിരുവനന്തപുരം വഴിയല്ല പോകുന്നത്. ഇത് കൊല്ലത്ത് നിന്ന് ആര്യങ്കാവ് പുനലൂർ ഇങ്ങനെ ആ വഴിയായിട്ട് നേരെ മധുര ചെങ്കോട്ട ആ വഴിയായിട്ട് മധുരയ്ക്ക് പോകും. ഇത് ഈ കാണുന്ന വണ്ടി എറണാകുളം ഗുരുവായൂർ പാസഞ്ചറാണെന്ന് തോന്നുന്നു. നല്ല സ്പീഡിൽ പോകണല്ലേ. ഒരു ന്യൂ അപ്ഡേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തോട്ട് നീട്ടിന്ന് പാമ്പൻ പാലമൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് വണ്ടി നമ്മുടെ കേരളത്തിലായിട്ടുണ്ട്, അമൃത എക്സ്പ്രസ്. അതിപ്പോൾ തിരുവനന്തപുരം രാമേശ്വരം അമൃത എക്സ്പ്രസ് ആട്ടോ. അപ്പോൾ അതിന് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ബോട്ട് മെയിൽ എക്സ്പ്രസ് ആയിട്ട് ചെന്നൈ കുമർ പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ രാമേശ്വരം ഭാഗത്തോട്ടൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ അമൃത എക്സ്പ്രസ്സിൽ ആശ്രയിക്കാം. നേരത്തെ ഇത് ഡയറക്റ്റ് ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഡയറക്റ്റ് ഒരു വണ്ടിയായി രാമേശ്വരത്തോട്ട്. ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് കോച്ചസ് ഒക്കെ കുറവാണ്, കോച്ചുകളുടെ എണ്ണം കുറവാണ്. ആകെ 12-13 കോച്ചുകളുള്ളൂ. എന്തുകൊണ്ടാണ് എനിക്കൊന്ന് കാർഡ് സെക്ഷനിലൂടെ പോകുന്നതുകൊണ്ടായിരിക്കാം കോച്ചുകൾ കുറച്ച്. ഒരു 2-3 കോച്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരുന്നേനെ യാത്രക്കാർക്ക്. ഭയങ്കര തിരക്കാണ് ഈ വണ്ടിയിൽ. അപ്പോൾ 2 കോച്ചൊക്കെ ഉണ്ടായാൽ
തിരക്കിനെ ബാലൻസ് ചെയ്ത് പോവാം. ഗുരുവായൂർ മധുര എക്സ്പ്രസ് അതാ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ അടുത്ത തിരക്ക് വരാൻ പോണത് എവിടെയാണ്? എറണാകുളം ടൗണിൽ വെച്ചാട്ടോ. കാരണം എറണാകുളത്ത് ഡയറക്റ്റ് പോകുന്ന വണ്ടിയില്ല ഈ കൊല്ലം പുനലൂർ ആ ഭാഗത്തോട്ടൊക്കെ, അല്ലെങ്കിൽ പിന്നെ കൊല്ലത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ വണ്ടിയിലായിരിക്കും ആൾക്കാർ കൂടുതൽ യാത്ര ചെയ്യുക, ഈ പുനലൂർ കൊട്ടാരക്കര ഭാഗത്തോട്ടൊക്കെ പോകാനേ. വേറെ വണ്ടിയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ, പാലരുവേ ഉള്ളൂ. പിന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടു കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഈ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കളമശ്ശേരി എടപ്പള്ളി. എന്തിനാണ് അവിടെയൊക്കെ സ്റ്റോപ്പ് കൊടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം ഇതൊരു എക്സ്പ്രസ് ട്രെയിനല്ലേ, പാസഞ്ചറിനാണ്. ഈ എറണാകുളം ഗുരുവായൂർ എറണാകുളത്തിന് പോലും കളമശ്ശേരിയിൽ സ്റ്റോപ്പില്ല. എന്നിട്ട് പക്ഷേ ഈ എക്സ്പ്രസ്സിന് കളമശ്ശേരി സ്റ്റോപ്പുണ്ട്. എന്ത് കാര്യത്തിനാവും? എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ടാറ്റ നഗർ എക്സ്പ്രസ്സിന് 10 മണിക്ക് പാലക്കാട് എത്തിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് കൊടുക്കാം കേട്ടോ. ചാലക്കുടിയാ ഇരിഞ്ഞാലക്കുടയാ. കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടേക്ക് എന്ത് കാര്യത്തിനാണ് സ്റ്റോപ്പ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ നിന്ന് സ്റ്റോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആലുവ കഴിഞ്ഞാൽ എറണാകുളം ടൗൺ ആ രീതിയിലാക്കണം. ഇതൊരുമാതിരി എക്സ്പ്രസ് എന്ന പേരും ഉണ്ട്, പക്ഷേ കണ്ട എല്ലായിടത്തും സ്റ്റോപ്പും കൊടുത്തത് എന്ത് കാര്യത്തിനാണ്? ഇത്ര സ്റ്റോപ്പിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ ആലുവ കഴിഞ്ഞാൽ എറണാകുളം ആക്കിയാൽ മതി ശരിക്കും പറഞ്ഞാൽ. കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഈ വണ്ടിക്ക് കുറച്ച് കോച്ചുകളുള്ളൂ കേട്ടോ. 12 14 13 കോച്ചുള്ളൂ. അപ്പോൾ അതെനിക്ക് ഈ കൊല്ലം കഴിഞ്ഞ് കുറച്ച് ഗാർഡ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കോച്ചുകൾ കുറച്ച്. ഈ വണ്ടി കൊല്ലത്ത് ഒരു 12 മണി റേഞ്ചിലൊക്കെ അത് അവിടെ എത്തും കൊല്ലത്ത്. അപ്പോൾ ഈ വണ്ടി ഭയങ്കര ഡിമാൻഡാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് എറണാകുളത്ത് നിന്ന് പുനലൂർ ഭാഗത്തോട്ട് പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഒന്ന് ഈ വണ്ടി, പിന്നെ ഈ ഏതുകൊണ്ട് പാലരുവിയാണ്. പിന്നെ ഈ വണ്ടി ഒരു ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഉച്ചയ്ക്ക് കൊല്ലത്തും. പിന്നെ പാലരുവി ആണെങ്കിൽ രാത്രിയാണ്, 11 മണിക്ക് ഒക്കെയാണ് രാത്രിയൊക്കെയാണ് വണ്ടി അവിടെ എത്തണം ഈ പുനലൂരൊക്കെ. ഈ വണ്ടി അത്ര ഡിമാൻഡായതുകൊണ്ട് നല്ല ഡിമാൻഡാണ്. പക്ഷേ ഇതിനെന്തിനും ഇവിടെ സ്റ്റോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പാസഞ്ചർ ഉണ്ട് ഗുരുവായൂർ എറണാകുളം, അതിന് പോലും ഇവിടെ സ്റ്റോപ്പില്ല. എന്നാൽ എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. എന്ത് പറയാനാണ്? എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ടറിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വെച്ച് ഇറങ്ങാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലൊന്നും ഈ ഗുരുവായൂർ മധുരയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ പക്ഷേ സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു. കാരണം ഇതിനി എറണാകുളം എത്തുമ്പോൾ നല്ല തിരക്കായിരിക്കും. കാരണം ഇനി ഈ കൊട്ടാരക്കര പുനലൂർ ഭാഗത്തോട്ട് ഇനി ഡയറക്റ്റ് വേറെ വണ്ടിയിൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് പാലരുവിയാണ്. പിന്നെ പോകണമെങ്കിൽ കൊല്ലം പോയിട്ട് അവിടെ നിന്ന് മെമ്മോ ഒക്കെ കയറി പോകേണ്ടി വരും. അപ്പം അത് പറ്റില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇത് ഈ ഡയറക്റ്റ് പോണ വണ്ടിയിലേ കയറുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ
എല്ലാവർക്കും ബൈ.